അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗുജറാത്തിൽ വന്നത്. അപ്പോൾ ഗുജറാത്തിൽ വന്നിട്ട് നമ്മൾ ഭാവേൻ്റെ കൂടെ ഒരു ബിസിനസ്സിനാണ് വന്നത്. അപ്പോൾ ബിസിനസ്സിന് വന്ന സമയത്ത് തന്നെ എനിക്കും കൂടെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യണം. സച്ചിനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു ഫാക്ടറിയാണ്. ഇത് മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് ലെഹങ്കാസ്, കുർത്തീസ്, സാരീസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും കൊടുക്കുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് കയറാം. ഇവിടെ മലയാളി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയിട്ട് നമുക്ക് മലയാളീനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഹായ് മാഡം. ഹായ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മലയാളി ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മലയാളികളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് ഭാഷ അറിയില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനും പേടിക്കേണ്ട. ഇവിടെ ചേട്ടൻ്റെ പേരെന്താണ്? അനൂപ് നായർ. അനൂപ് നായർ കേട്ടോ പേരുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റേറ്റ് ആണെങ്കിലും എങ്ങനെയാണ് സാധനം എടുക്കേണ്ടത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അനൂപ് ചേട്ടൻ കാണിച്ചു തരും. അപ്പം അത് സ്റ്റാർട്ട് ആദ്യം എവിടെയാണ് പോകുന്നത്? ആദ്യം നമ്മൾ കോട്ടൺ സിൽക്കിലായിരുന്നു സാർസ്. അപ്പോൾ ആദ്യം നമുക്ക് കോട്ടൺ സിൽക്ക് സാരിയുടെ അപ്പോൾ അത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സെക്ഷൻ മൊത്തത്തിൽ കോട്ടൺ സിൽക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. കാരണം നമ്മുടെ നാട്ടിലേക്കാണ് റേറ്റ് കുറവാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഏട്ടാ എത്രയാണ് ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ സ്റ്റാർട്ടിങ് 145 തൊട്ട് 145 തൊട്ട് ഈ സെക്ഷനിലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 145 നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 145 സാരി ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഇതാണ്. പക്ഷെ ഇവിടെ ബൾക്കായിട്ട് കൊടുക്കുള്ളൂ അല്ലേ? ബൾക്കായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഷോപ്പ് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലാഭത്തിൽ സംഭവം കിട്ടും. അത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു കല്യാണം ഒരു 30,000 രൂപ വരെ അവർ ബൾക്കായിട്ട് സാധനങ്ങൾ കൊടുക്കും. അതിപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് വേണമെന്നില്ല, ഒരു ഫംഗ്ഷൻ ആണെങ്കിലും കല്യാണത്തിനൊക്കെ ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഒരുമിച്ച് വന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ലാഭത്തിൽ സംഭവം കയ്യിൽ നിന്ന് ഇവിടെ എടുത്ത് അത്രയേ ഉള്ളൂ. നമ്മൾ ട്രെയിനിൽ കയറി ഡയറക്റ്റ് ഇവിടെ വരിക, ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാം. നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്ന റേറ്റിനേക്കാളും കുറവ് റേറ്റിൽ മാനുഫാക്ചറിംഗ് റേറ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കണ്ടു. ആദ്യം നമുക്ക് 140 സംതിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് കണ്ടുപോകാം. ഇതാണ് മാഡം, ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ 140 സംതിങ്ങിന്റെ ആണോ? എല്ലാം 145, എല്ലാം വേറെ വേറെ റേറ്റിലാണ്. സ്റ്റാർട്ടിംഗ് സെക്ഷനിൽ 145 മുതൽ. അപ്പോൾ ഇതൊക്കെ ലോ സെക്ഷനില്. അതെ, ഓക്കെ. കുറഞ്ഞ സെക്ഷനിലുള്ള സാരീസ് ആട്ടോ ഇതൊക്കെ വരുന്നത്. ഈ ഒരു സാരീസ് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം 600, 700, 800 രൂപ ഒക്കെ വരുന്ന സാരി. അപ്പോൾ ഇതിലെത്ര റേറ്റ് വരുന്നത്? ഇതിന് 250 സംതിങ്. 250 രൂപയ്ക്കുള്ള സാരി ആട്ടോ ഇത്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു 450 എന്താണെങ്കിലും സ്റ്റാർട്ടിംഗ് റേറ്റ് വരും. പിന്നെ ഞാൻ ഒന്ന് നോക്കി നോക്കാം. ഇതൊക്കെ മാഡം ഡെയിലി വെയർ സാരീസ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഉണ്ട്. ഓക്കെ, ഡെയിലി വെയർ സാരീസ് ആട്ടോ വരുന്നത്. ഇത് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാരികളാണ് വരുന്നത്. കലങ്കാരി പ്രിന്റിലുണ്ട്. ഇതൊക്കെ നോക്കിക്കേ, ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇതെല്ലാം 145, 200, 199, 200 എല്ലാം വേറെ റിബീക്സ് റേറ്റിലെ കുറഞ്ഞ റേറ്റ്. ഇതൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര കളറ്, നല്ല ലൈറ്റ് കളറായിട്ട് വരുന്നത്. സാരിയുടെ നമ്മുടെ അടുത്ത് ഇന്നൊരു സെക്ഷൻ ഉണ്ട്. ഇത് ഒരു കോട്ടൺ സിൽക്ക് സെക്ഷൻ. അടുത്ത സെക്ഷൻ നമ്മുടെ അടുത്ത് പ്രിന്റ് സാരി, ഡിസൈനർ സാരി, ആൻഡ്രോക്കിടെ അതുകൂടെ കാണിച്ചു തരാം. നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുക, നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും ഏതെടുക്കണം എന്നുള്ളത്. ഇതൊക്കെ പ്രിന്റ് സാരിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പ്രിന്റഡ് സാരി നമ്മുടെ വീട്ടിലുള്ള ഡെയിലി വെയർ സാരി ആയിട്ട് ഉപയോഗിക്കുന്ന പ്രായമുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാരികളാണ്. അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് മറ്റേതുണ്ടോ, ഇതേപോലെ തന്നെയുള്ള ഫാൻസി സാരികളാണ്. ഇതിൻ്റെയൊക്കെ വെറൈറ്റി കളർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് വേറെ ഡിസൈനാണ് വരുന്നത്. ഇതൊക്കെ പിന്നെ ഒരേ സെയിം ഡിസൈൻസ് വരുന്ന വേറെ വേറെ കളർ. ക്വാളിറ്റിയും വേറെ വേറെ ക്വാളിറ്റിയും വേറെ വേറെയാണ്. ഇതാകുമ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് ഇങ്ങനെ കുത്തിയിടാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളത്. ഇതൊരു ഓക്കെ, ഇത് വേറൊരു തരത്തില്ല കേട്ടോ. ഇതിൻ്റെ ഒക്കെ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് പിന്നെ ഇതുപോലത്തെ വീവിംഗ് ഐറ്റം വേണം. ഗുജറാത്തിലെ നമ്മുടെ നാട്ടിൻ്റെ ടേസ്റ്റ് ചെയ്താൽ കലങ്കാരി പ്രിന്റ് മൊത്തം കലങ്കാരി വീവിംഗ് വർക്ക് ഐറ്റം. ഇത് ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ബാഗാ വീവിംഗ് മൊത്തം നോക്കി. ഇതല്ല കലങ്കാരി പ്രിന്റ്. ഇതുപോലത്തെ മിനിമം 10,000 മുകളിൽ സാമ്പിൾസ് ഉണ്ട് നമ്മുടെ അടുത്ത്. കസ്റ്റമർ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിലും വീഡിയോയുടെ സൈഡിലാണെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഷോപ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി വരിക. നമ്മൾ സ്റ്റാർട്ടിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും
പെട്ടെന്ന് ഇവിടത്തേക്ക് ഓടി വരാം. അതെ, വീഡിയോ നോക്കി ഫോൺ ചെയ്തിട്ട് വന്നാൽ മാഡം കസ്റ്റമർ ഇവിടെ പാതിരാത്രിയിൽ വന്ന് ഇറങ്ങിയാലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫ്രീ സർവീസാണ് നമ്മൾ തരുന്നത്. പിന്നെ കസ്റ്റമർ പറയുന്ന റേറ്റിലേക്ക് ഹോട്ടലും നമ്മൾ കാണിച്ചേക്ക് ബുക്ക് ആക്കി തരും. കസ്റ്റമറിന്റെ സേഫ്റ്റി മൊത്തം നമ്മുടെ. അതാണ് അത് നമ്മളിപ്പോൾ വരികയാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും ഫുൾ റിസ്ക് ഇവരെ ഏറ്റെടുത്തോളും. നമ്മളിവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്തോളും. അപ്പോൾ നമുക്ക് പക്ഷേ ഇവിടെ ഇങ്ങനെ സാരികളൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ഒരു സങ്കടം വരുന്നു. കാരണം നമ്മൾ സാരിയൊക്കെ അങ്ങനെ വെക്കുന്നതാണല്ലോ. അപ്പോൾ അത്രയും സാരികളാണ് ഇവിടെ ഇങ്ങനെ വെക്കാൻ പോലും സ്ഥലമില്ലാത്തത്ര. നമുക്കിവിടെ വരുന്ന സമയത്ത് കളക്ഷൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നേ ഇല്ല. എല്ലാതരം കളക്ഷനും ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലം. രാവിലെ മൊത്തം തിരക്ക്. സാർ അവിടെ കയറി ക്യാമറ അടിച്ചു നോക്ക്, ഒത്തിരി കസ്റ്റമർ ഉണ്ടായിരുന്നു. ഈ ടൈമിൽ ഇപ്പം കുറച്ച് കസ്റ്റമറുള്ളൂ. ഞാൻ വന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ നിൽക്കാൻ പോലും സമയമില്ല. അതുകൊണ്ടാണ് ഇത്രയും സാരീസൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടത്. വന്നിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സാരി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടതാണ്. ഇനി ഇവർ ഇതൊക്കെ റീഅറേഞ്ച് ചെയ്യൂലേ. അപ്പോൾ നാളെ മോർണിംഗ് വരുന്ന സമയത്ത് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യാണ്. ഇപ്പം തന്നെ എല്ലാ സെക്ഷനിലും തിരക്കായിരുന്നു. ഇപ്പോൾ ഉച്ച ആയതുകൊണ്ട് അതൊന്നും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യാൻ കാരണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷൻ അൺസ്റ്റിച്ച് ചുരിദാർ സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സാരി സെക്ഷൻ മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രസ് മെറ്റീരിയൽ ആട്ടോ, സെപ്പറേറ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ മെറ്റീരിയൽ സെക്ഷനിലേക്ക് പോവാം. ഞങ്ങളുടെ ഫേവറേറ്റ് ബ്ലാക്ക്. ഫസ്റ്റ് ഞാൻ കയറിയപ്പോൾ തന്നെ ബ്ലാക്ക് ആട്ടോ വേണ്ടത്. എന്നൊക്കെ വെച്ചാൽ റേറ്റ് കുറഞ്ഞ രീതിയിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് വാങ്ങി പോവാണെങ്കിൽ പക്ഷേ ഇവർ തരൂല, സിംഗിൾ പീസ് തരൂല. അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ 5 എണ്ണമൊക്കെ ഒരുമിച്ച് വാങ്ങേണ്ടി വരും. അല്ല, 30,000 രൂപയ്ക്ക് വാങ്ങേണ്ടി വരും. പിന്നെ ഇതുണ്ടോ, നമ്മുടെ ഫേവറേറ്റ് കളറുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് കളർ ഉണ്ട്. എല്ലാവരുടേതും, ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെ ഫേവറേറ്റ് കളറുകളും ഉണ്ട്. ഇതിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വെറും 105 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 105 105 സ്റ്റാർട്ട് 3000 വരെയും ഉണ്ട്. അപ്പോൾ ചില 3000 ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ 105 തുടങ്ങുന്ന മെറ്റീരിയലുകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഓരോന്ന് കുറച്ച് നല്ലത് എനിക്ക് ഇഷ്ടപ്പെട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ബ്ലാക്ക് കണ്ടു, അതിൻ്റെ തന്നെ വേറൊരു കളർ കേട്ടോ, മെറൂൺ കളറാണ് വരുന്നത്. ഞാൻ നിർത്തോട്ടെ. ഓക്കെ, ഇങ്ങനെയാട്ടോ വരുന്നത് പ്രിന്റ്. ഇത് ഭംഗിയാ നോക്കിയേ. പ്രിന്റില് വർക്ക് മൊത്തം, സോറി വർക്ക് വരുന്നത് ജെറി വർക്ക് കോൺസെപ്റ്റ് മൊത്തം ജോർജറ്റില് ജെറി വർക്ക്. നമുക്ക് ഈ മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ചേട്ടനാട്ടോ അതൊക്കെ പറഞ്ഞുതരാം. എനിക്കിതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അതെടുക്കും, അത്രേ അറിയുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ടത് എടുക്കണം. ഇതെന്താണ് നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ, സത്യം പറയുന്നത് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കല്യാണത്തിനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു മുല്ലയൊക്കെ വെച്ചിടുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏകദേശം 1,500 കൊടുക്കേണ്ടി വരും ഈ ഒരു മെറ്റീരിയലിന്. ഇവിടെ ആകുമ്പം എനിക്ക് തോന്നുന്നു 500 ഒക്കെ ആ ഒരു റേഞ്ചേ വരുള്ളൂ ഈ ഒരു ഡ്രസ്സിനൊക്കെ. അടുത്തൊന്നുകൂടി കാണിച്ചു തരാം. ഇതൊരു ലൈറ്റ് കളറിൽ വരുന്ന കേട്ടോ. ഇത് സെയിം വർക്കല്ല, ഏകദേശം സെയിം വർക്ക് തന്നെ വരുന്നത്. പിന്നെ ഇങ്ങനത്തത് ഞാൻ കുറച്ച് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തുന്നുള്ളൂ. ഏതാ എടുക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇതുണ്ടോ, ഇതൊരു വെറൈറ്റി കളർ, നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു കളറാണിത്. ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല നമ്മുടെ നാട്ടിലൊന്നും. ഇവിടെ നിന്ന് കിട്ടി, പക്ഷെ നമുക്ക് 5 എണ്ണം വാങ്ങാതെ കിട്ടൂല. ഓക്കെ, നമുക്കിങ്ങനെ ഈ ഒരു സൈസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ലെങ്ത് ഉള്ള ഷോളൊക്കെ ആട്ടോ വരുന്നത്. ഓക്കെ, മൊത്തത്തിൽ നോക്കി എല്ലാ കളറും ചുരിദാർ സെക്ഷനിലുണ്ട്. ഇനി നമുക്ക് അടുത്തത് കുർത്താസ്, റെഡിമെയ്ഡ് കുർത്തീസിലേക്ക് പോവാം കേട്ടോ. ത്രൂ കുർത്ത സെറ്റ്സുകൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഏറ്റവും കുറഞ്ഞ ബൾക്ക് ഐറ്റംസ് കുറഞ്ഞ റേറ്റിൽ എടുത്ത് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ബിസിനസ് ഡബിളിൻ്റെ ഡബിൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. ഇവിടെ വന്നപ്പോൾ സച്ചിനേട്ടൻ തന്നെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഭയങ്കരമായിട്ട് വാവ് പറഞ്ഞു. ഇങ്ങനെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പോയിട്ട് ബിസിനസ് തുടങ്ങിയാലോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ളൊരു സംഭവമാണ്. നമുക്ക് എന്താണെങ്കിലും കുർത്ത സെക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഫുൾ തുണികളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്ക്, എല്ലാം നിലത്താണെങ്കിൽ പോലും നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ചുരിദാർ കുർത്തി സെറ്റുകളാണുള്ളത്. മൊത്തം തുണി കൊണ്ടൊരു കളി തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ചേട്ടാ ഇവിടെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സെക്ഷൻ കുർത്തീസിന്റെ സെക്ഷനാണ്. ഇവിടെ സ്റ്റാർട്ടിങ് 45 രൂപ, വെറും 45 തൊട്ട് സ്റ്റാർട്ട് രൂപ, വെറും 45 രൂപ. നമ്മുടെ നാട്ടിൽ കിട്ടുമത് 45 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 1 പീസ് 2 പീസ് 3 പീസ് പിന്നെ കോഡ് സെറ്റും ഉണ്ട്. ഓക്കെ, കോഡ് സെറ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഒരുമിച്ചാണ്. അത് 45-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ തന്നെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിലത്തുനിന്നൊക്കെ എടുത്താട്ടോ ഇതൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇതുണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വിലയുള്ള സാധനമാണ്. അവരിങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വന്ന്
സെലക്ട് ചെയ്ത് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുകളിലേക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ പുറത്തുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല കളക്ഷൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല ബിസിനസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ ഇവിടെ അടിപൊളി സെക്ഷൻസ് ഉണ്ട്. ട്രെൻഡിങ്ങിൽ ഇപ്പോൾ കോട്ട് സെറ്റ് ഒക്കെ ഇരിക്കുന്നു. ഇതാണ് അവർ പറയുന്ന കോട്ട് സെറ്റ് കേട്ടോ. 2 പീസ് ആയിട്ട് വരും ഇത്. ഓക്കെ, എല്ലാം കോട്ട് സെറ്റിൽ തന്നെ എല്ലാം വെറൈറ്റി ആട്ടോ. ഒരൊറ്റ കളറായിട്ട് വരുന്നുണ്ട്, അതിൽ ഡിസൈൻ വരുന്നുണ്ട്, പ്രിന്റ് വരുന്നുണ്ട്, എല്ലാം വെറൈറ്റി ആണ് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ആ സെക്ഷനിൽ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കുറേ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചേട്ടൻ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ചേട്ടൻ ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത്? ഇതൊക്കെ മാഡം നമ്മുടെ കസ്റ്റമർ വന്ന് സെലക്ട് ചെയ്തില്ലേ, ആ സെലക്ട് ചെയ്ത ഐറ്റമൊക്കെ റെഡിയായി കസ്റ്റമറിന്റെ ഐറ്റംസ് റെഡിയായി വെച്ചിരിക്കുക. ഇത് നമ്മുടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെയൊക്കെ നോക്കി ക്യാമറ അടിച്ച് നോക്കിയത് ഇവിടെ വാ. ഇതൊക്കെയെല്ലാം കസ്റ്റമർ പർച്ചേസ് ചെയ്ത ഐറ്റമാണ്. ഇതൊക്കെ പ്രോപ്പർ പാക്ക് ചെയ്ത് സെക്ഷൻ വൈസ് എല്ലാം ചെക്ക് ചെയ്ത് താഴെ വരും. താഴെ വന്നിട്ട് ഇവിടെ ബില്ലിങ്ങിൽ സ്കാനർ പ്രോപ്പർ സ്കാനിങ് ചെയ്ത് എല്ലാം ഇവിടെ സെക്കൻഡ് ടൈം തേർഡ് ടൈം ഇവിടെ ഒരു പ്രാവശ്യം സ്കാൻ ചെയ്യും. എല്ലാ ഐറ്റംസൊക്കെ ശരിയാണോ ഇല്ലയാണോ. പിന്നെ അതുപോലെ തന്നെ കാണിച്ചു തരാം നമ്മുടെ പാക്കിങ് എങ്ങനെ ആവുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു തന്നാൽ പാർസൽ വിത്തിൻ 6 days നമ്മുടെ ഡെലിവറി കിട്ടും. ഇപ്പോൾ നമ്മൾ പാക്കിംഗ് ചെയ്യാൻ നേരത്ത് ചെക്കിംഗ് ആവും, പിന്നെ ഇവിടെ ഒരു ചെക്കിംഗ് ആവും, പിന്നെ ഫൈനൽ ചെക്കിംഗ് നമ്മുടെ ദാണ്ട് ഇതുപോലത്തെ പാർസലിനകത്ത് ഇടാൻ മുമ്പ് ഫൈനൽ ചെക്കിംഗ് ഞാൻ പറഞ്ഞ ഒരു 5-6 പ്രാവശ്യം ചെക്കിംഗ് ആയി പ്രോപ്പറായിട്ട് പാക്കിംഗ് ചെയ്ത് അതുപോലത്തെ പാർസലാണ് നമ്മുടെ നാട്ടിൽ പോയി കസ്റ്റമർക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരാൾ വന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കൊടുക്കാതെ നമ്മൾ അയച്ചു കൊടുക്കും അവർക്ക്? അതല്ലേ, അഡ്രസ് തന്നാൽ മതി, തന്നവർക്ക് പിൻകോഡ് നമ്പർ കോൾ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വീഡിയോ കോളിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ കസ്റ്റമർക്ക് വരാൻ സൗകര്യം ഇല്ലെങ്കിൽ കസ്റ്റമർ വീഡിയോ കോൾ, സെക്കൻഡ് ഓപ്ഷൻ വീഡിയോ കോളാണ്. നമ്മൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് ഏതെങ്കിലും ഞാൻ തന്നെ വീഡിയോ കോളിലിരുന്ന് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വരാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഞാനിവിടെ താഴത്ത് കൊടുക്കുന്ന നമ്പറിലായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഓൺലൈൻ വഴി നമുക്ക് എന്താ പറയുക പർച്ചേസ് ചെയ്ത് അവർ തന്നെ ചേട്ടൻ മലയാളം അറിയാവുന്ന ആളാണ്. അപ്പോൾ ചേട്ടൻ തന്നെ എല്ലാം കാണിച്ച് തന്ന് വീഡിയോ കോളിലൂടെ എല്ലാം ചെയ്ത് തന്നിട്ട് നമുക്ക് നല്ലോണം ഇപ്പോൾ ഇവിടെ അവർ പറയുന്നിട്ട് 3-4 പ്രാവശ്യമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ എത്തും. നമ്മൾ എല്ലാ ഷോപ്പിലും അങ്ങനെ കിട്ടണമെന്നില്ലല്ലേ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടാന്നുള്ളത്. ഫ്രോഡ് ആവുന്നുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ ഇവിടെ ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. നമ്മുടെ ഇവിടെ എങ്ങനെയാ മാഡം, ഗോഡൗണിൽ ഫസ്റ്റ് ചെക്കിംഗ് ആവും, സെക്കൻഡ് ചെക്കിംഗ് അവിടെ തന്നെ ആവും, തേർഡ് ചെക്കിംഗ് ഇവിടെ ബില്ലിങ്ങിൻ്റെ ടൈം ആവും, പിന്നെ 4th 5th ചെക്കിംഗ് ഇവിടെ ഫൈനൽ പാക്കിങ്ങിൻ്റെ ടൈം പ്രോപ്പർ ചെക്കിംഗ് ചെയ്ത് ഇവിടെ നിന്ന് പാർസൽ റിലീസ് ആവും. അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഇത് വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ പിക്ക് ചെയ്ത് വന്നോളും. പിക്ക് ചെയ്ത് വന്നതിന് മാത്രമല്ല അറിയാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിൽ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരിവിടെ ഡയറക്റ്റ് കൊണ്ടുവന്നാക്കും. നിങ്ങൾക്ക് വേണ്ട ഫുഡാണെങ്കിലും അവർ റൂം നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എന്നാൽ നല്ല സേഫ് ആയിട്ടുള്ള റൂമൊക്കെ അവർ തന്നെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും പേടിക്കാനില്ല. നമ്മൾ ഇവിടുന്ന് പോകുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ നോക്കിക്കോളും. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക. കാരണം എന്ന് വെച്ചാൽ അറിയാത്ത സ്ഥലമാണ്, വേറെ ഇതിലും പോയി പെടാതിരിക്കുക. നിങ്ങൾ വീഡിയോ നോക്കി ജസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അത് എയർപോർട്ടിൻ്റെ ആയാലും ശരി ട്രെയിനിൻ്റെ ആയാലും ശരി, ആ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ടിക്കറ്റിൻ്റെ ഫോട്ടോ ഒന്ന് നോക്കുന്ന സംസാരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തന്നാൽ മതി. പിന്നെ മൊത്തം കാര്യം ഞങ്ങൾ നോക്കിക്കോളും. പാതിരാത്രി ആയാലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫ്രീ സർവീസ് നമ്മുടെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് പിന്നെ നമ്മുടെ കമ്പനി ഡ്രൈവും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് രണ്ടും ചെയ്യാൻ വരും മാഡം. പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എത്ര പ്രാവശ്യം ആയാലും ഫ്രീ സർവീസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എത്ര പ്രാവശ്യമാണെങ്കിൽ ഇപ്പോൾ രാത്രി ആണെങ്കിൽ പോലും അവർ തന്നെ പിക്കപ്പ് ചെയ്ത് ഇതാക്കിക്കോളും. മാത്രമല്ല നമ്മളിപ്പോൾ ഓൺലൈൻ ബിസിനസ് ഒരുപാടുള്ള ആൾക്കാരുണ്ട്, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വീട്ടമ്മമാരൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. ഞാനിപ്പോൾ ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോ അയക്കുമ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറഞ്ഞൊരു 30,000 രൂപ നമ്മുടെ കയ്യിൽ എങ്ങനെയെങ്കിലും വരികയാണെങ്കിൽ അതും കൊണ്ട് നമ്മളിവിടെ വന്നിട്ട് ഒന്നും പേടിക്കാതെ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡയറക്റ്റ് ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. അവർ നമ്മുടെ സാധനം പ്രൊഡക്റ്റ് വീട്ടിലെത്തിക്കും, അതേപോലെ തന്നെ നമ്മളെ വീട്ടിലെത്തിക്കും. അപ്പോൾ നമുക്കൊന്നും കൂടുതൽ പേടിക്കാനില്ല. ഓക്കെ, ഇനി എന്താണെങ്കിലും നമുക്ക് വേറെ ഫാബ്രിക് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കായിരുന്നു ഈ സംഭവം കണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ ഇതോടെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ താഴത്തും കുർത്ത സെക്ഷൻ കഴിഞ്ഞിട്ട് വന്നില്ല ലെഗിൻസ് ആട്ടോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ലെഗിൻസ് ആവശ്യം വരുമല്ലോ. അപ്പോൾ എല്ലാ തരം ലെഗിൻസുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ വൈഡ് ആയിട്ടുള്ളതാണെങ്കിലും നമുക്ക് ഫിറ്റായിട്ട് കിടക്കുന്ന ലെഗിൻസുകൾ, ഇപ്പോൾ നമ്മുടെ
ഞാൻ അധികം ഇടാറില്ല ഫ്ലെയർ ആയിട്ട് വരുന്ന ലെഗിൻസ്, അങ്ങനത്തെ എല്ലാം നെറ്റിൽ വരുന്നത് എല്ലാ തരവും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ബിസിനസ്സിനെ കുറിച്ച് പറയില്ല. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഷോപ്പിനെ മാത്രമല്ല പറയുന്നത്, നമുക്ക് ഇൻസ്റ്റയിലൊക്കെ കുറേ ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ അധികവും ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 30,000 രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റയിൽ കൂടെ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞ കേട്ടോ. എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് എന്നെ പോലൊക്കെ വീട്ടിലിരുന്നിട്ട് ഉള്ള കുറേ അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിലൂടെയും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് എന്താണ് ഈ സെക്ഷനും കൂടെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ലെഗിന് മാത്രമല്ല, നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഇതുണ്ടോ, മോഡേൺ ടൈപ്പ് ബ്ലൗസുകളാണെങ്കിലും അല്ലാതെ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ നമുക്ക് സാരി ഉണ്ട് പക്ഷേ ബ്ലൗസ് ഇല്ല, അത് തയ്പ്പിക്കാൻ നമുക്കറിയാലോ ഭയങ്കര റേറ്റ് ആണ്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ബ്ലൗസുകൾ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ മൊത്തം ബ്ലൗസുകൾ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. പലതരത്തിലുള്ള ബ്ലൗസുകൾ വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഞാൻ കാണിച്ചു തരാം. അതുപോലത്തെ ബ്ലൗസുകളൊക്കെ കണ്ടോ, നമുക്കിപ്പോൾ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ഇതൊക്കെ ആകുമ്പോൾ ഈ ഒരു ബ്ലൗസ് നമുക്ക് ഏത് സാരീൻ്റെ കൂടെ മാച്ചാവും. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ സെറ്റ് സാരീൻ്റെ കൂടെ ആകാൻ പറ്റുന്ന കേട്ടോ. ഞാൻ വെറൈറ്റിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ പല മോഡലുകൾ വരുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിലൊരു നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ളൊരു മഞ്ഞയില്ല, അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളറ് അതും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. കോട്ടണിൽ തന്നെ നമുക്ക് റെഡിമെയ്ഡ് നമ്മൾ സാധാരണ ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് കോട്ടണിലൊക്കെ നല്ലത് കിട്ടാൻ പാടാണ്. പക്ഷെ ഇവിടെ കോട്ടണിൽ വരുന്നുണ്ട് അല്ലേ. കോട്ടണിൽ കണ്ടോ, വൈറ്റ് ഒക്കെ നോക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കോട്ടൺ, മസ്ലിൻ, ബനാറസി, വിചിത്ര സിൽക്ക് എല്ലാ വെറൈറ്റീസിലും നമ്മുടെ അടുത്ത് ബ്ലൗസ് അവൈലബിൾ ആണ്. നമുക്ക് എല്ലാ സൈസും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ സൈസും ഫ്രീ സൈസ് ആണ്, നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇവിടെ വീട്ടമ്മമാരാണ് കൂടുതലായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്നത്, അതിനകത്ത് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആട്ടോ ഇത്. റൈറ്റീസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ലെഗിന്റെ പറഞ്ഞ സമയത്ത് അവിടുന്ന് സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞില്ല. അവിടെ എത്ര സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? ലെഗിൻസ് നമ്മുടെ അടുത്ത് മാഡം 45 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, 45 തൊട്ട് ലെഗിൻസ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ബ്ലൗസിനോ 60 രൂപ. 60 രൂപയിലാട്ടോ, 60 രൂപ. പിന്നെ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ്, ഇതിന് എത്ര വരുന്നത്? 70 രൂപ. 70 രൂപ സ്റ്റാർട്ടിംഗ് റേറ്റ് 70 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ഇതുണ്ടോ, നമ്മളിപ്പോൾ ബനിയൻ ക്ലോത്തിൽ വരുന്നതാട്ടോ. ഇത് ബനിയൻ ക്ലോത്തിൽ വരുന്ന നമുക്ക് കുറച്ച് മോഡേൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നൈറ്റുകളാണ്. ഇതും ബനിയൻ ക്ലോത്ത് തന്നെ കേട്ടോ വരുന്നത്. ഞാനിപ്പോൾ എടുത്തതിലെല്ലാം ബനിയൻ ക്ലോത്ത് തന്നെയാണ് ഇത്. പക്ഷേ കോട്ടണിൽ വരുന്ന കേട്ടോ. ഇത് മാത്രമല്ല, ഇതൊക്കെ കോട്ടണിൽ വരുന്നതാണ്. അവിടെ അങ്ങോട്ട് കുറേ ഉണ്ട്, നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് കുറച്ച് നമ്മൾ കാണിച്ചു തരാം. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ദുപ്പട്ട. അപ്പൊ ദുപ്പട്ട സെക്ഷൻ ഇത് കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടു. കേട്ടോ, വൈറ്റ് കളർ ഡയബിൾ ഐറ്റം. അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആട്ടോ. അപ്പൊ പലതരത്തിലുള്ള ദുപ്പട്ടകൾ അല്ലേ. ഇത് മൊത്തത്തിൽ ദുപ്പട്ട സെക്ഷൻ അല്ലേ? അതെ, ദുപ്പട്ട സ്റ്റാർട്ടിംഗ് റേറ്റ് ഇതിൽ വെറും 14 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. വെറും 14 രൂപയ്ക്ക് ദുപ്പട്ട സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷൻ ഏതാ വരുന്നത്? അടുത്ത ഈ ഡിസൈനർ ഷോൾ. ഇത് ഡിസൈനർ ഷോള്. അപ്പൊ നമുക്ക് ചുരിദാറിന്റെ ഷോളൊക്കെ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന്, അത് പറ്റൂല കേട്ടോ, സോറി, നമുക്ക് ബൾക്കായിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഇതെന്താണ്? ഇത് ലെഗിൻസ് കാണിച്ചില്ല നമ്മൾ. ലെഗിൻസ് റണ്ണിങ് മെറ്റീരിയൽ കാണിച്ചു തരാം. റണ്ണിങ് മെറ്റീരിയൽ ആട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന റണ്ണിങ് മെറ്റീരിയൽ കാണാം. ഭയങ്കര സൗണ്ട് ഉണ്ടോ? ഈ ഒരു സെക്ഷൻ മൊത്തത്തിൽ റണ്ണിങ് മെറ്റീരിയൽ, നമ്മുടെ ലൈനിങ് പോലത്തെ ഇതല്ലേ, ലൈനിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ തോന്നുന്നു. നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇത് ലൈനിങ് പോലത്തെ ആണോ? ഇതിലെ ലൈനിങ് പിന്നെ ടോപ്പ് നമ്മുടെ ഒരു സ്റ്റിച്ചിങ്ങിനോട്ട് വെക്കത്തില്ല, ആ സ്റ്റിച്ചിങ്ങിനോട്ട് വർക്ക് എന്തൊക്കെ വേണം ആ എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റിച്ചിങ്ങിനോട്ട് ലൈനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണെങ്കിലും നമുക്ക് ഇതുണ്ടോ, ലൈനിങ് ഉണ്ട്, വർക്ക് ഐറ്റം ഉണ്ട്, പ്ലെയിൻ ഐറ്റം ഉണ്ട്, ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ ചെയ്ത് തരും, നെറ്റ് ഐറ്റം ഒക്കെ അതെ എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും, അതായത് നമ്മൾ കട്ട് ചെയ്തിട്ട് വാങ്ങുന്ന എല്ലാതരം തുണികളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ബ്ലൗസിന്റെ തുണികളൊക്കെ ഉണ്ട്, അജറക് മെറ്റീരിയൽസ് ഒക്കെ ഇല്ലേ? ഇപ്പൊ അജറക് പ്രിന്റും ഉണ്ട്. ഇതിപ്പോ ഒരു സാമ്പിൾ കാണിച്ചു തരുവാ. ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റ്. ഇത് കസ്റ്റമർ ഏത് വെറൈറ്റീസിൽ പറയോ ആ വെറൈറ്റീസിൽ ഈ പ്രിന്റ് ഞങ്ങൾ ചെയ്തു തരും. ഇവിടെ ഇതുണ്ട്, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കസ്റ്റമൈസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് കസ്റ്റമൈസ് ചെയ്ത് തരും. ഈ അജറക് മെറ്റീരിയൽ മാത്രമാണോ? ഇല്ല, ഏത് പ്രിന്റ്, ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റാ മാഡം. ഇത് കസ്റ്റമർ ഡിജിറ്റൽ പ്രിന്റ് വേണമെങ്കിലും അവർ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതും തുണികളും അവൈലബിൾ ആണ്. പ്ലെയിൻ ഷെയ്ഡ് കാർഡും ഉണ്ട് നമ്മുടെ അടുത്ത്. കളർ വേരിയേഷൻ സെലക്ട് ചെയ്യാൻ. കളർ സെലക്ട് ചെയ്യാനുള്ള ഐറ്റം കേട്ടോ. ഇതിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു ഷോപ്പിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിന് ഏത് കളറാണോ അവൈലബിൾ ആയിട്ട് വേണ്ടത് അത് നമുക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇതിൽ നിന്ന് കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ജോർജറ്റ് ഉണ്ട്, ഇത് നെറ്റ് ഉണ്ട്, ഇത് ജിമ്മിച്ചു ഉണ്ട്,
ഇതുപോലത്തെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ. കളർ മാത്രമല്ല മെറ്റീരിയലും ആണ്, അതേപോലെ തന്നെ പ്രിന്റ് ഏതാണോ വേണ്ടത് പ്രിന്റും കൂടെ അവൈലബിൾ ആട്ടോ. ഇതുപോലത്തെ ഇഷ്ടം പോലെ കാർഡ്സ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലും ഡിസൈനും പ്രിന്റും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. അത് നമുക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് നേരെ പോകാവുന്നതാണ്. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ. ഇതെല്ലാം ഹെവി ഡിസൈനാണ് മാഡം, നമ്മുടെ ഫോറിൻ കൺട്രിയുടെ ഐറ്റംസ് മൊത്തം. ഓക്കെ, എല്ലാം ഇതൊക്കെ സാമ്പിൾ ആണോ? ഇതൊക്കെ എല്ലാം സാമ്പിളാണ്. ഇത് നോക്കി, ഇത് ഒരു കളർ ഒരു ഡിസൈൻ സെലക്ട് ചെയ്താൽ ഡിസൈനിൽ വേറെ വേറെ കളറൊക്കെ ഉണ്ട്. അതുപോലത്തെ ഇത് എല്ലാ ഷെയ്ഡ് കാർഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മാഡം. ഇത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സാമ്പിളുകളാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. ഇതുപോലെ ഇഷ്ടം പോലെ ഷെയ്ഡ് കാർഡ് ഉണ്ട് നമ്മുടെ അടുത്ത്, സാമ്പിൾ കാർഡ് ഉണ്ട്. ഇതിപ്പോ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ തയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള കിഡ്സിന്റെ ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. അജ്രക് പ്രിന്റ് ചോദിച്ചില്ല, അതാ ഇതൊക്കെ അജ്രക് പ്രിന്റ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് അജ്രക്. അജ്രക് ഉണ്ട്, പിന്നെ ബനാറസി ഐറ്റംസ്, ഇത് ബനാറസി ഐറ്റംസ്, ബ്ലൗസ് ഒക്കെ ഉണ്ടാക്കാൻ. അജ്രക് നൈറ്റികളൊക്കെ നമ്മളിപ്പോ തുണി എടുത്തിട്ടാണ് അധികം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. അപ്പൊ അജ്രക് ഇതാക്കുന്നത്. അപ്പൊ നമുക്ക് മെറ്റീരിയൽ കഴിഞ്ഞു. ഇനി അടുത്തത് ലഹങ്ക കാണിച്ചു തരാം മാഡം. ലാസ്റ്റ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കണ്ണിനൊക്കെ ഭയങ്കര ബ്രൈറ്റ്നെസ് ഒക്കെ തരുന്ന ഒരു സ്ഥലത്താണ്. വേറെ ഒന്നല്ല, ലഹങ്ക സെക്ഷനാട്ടോ. ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഫുൾ ഇങ്ങനെ വർക്കിൽ ഇങ്ങനെ കിടക്കാണ് സംഭവം. എന്താണെങ്കിലും നമുക്ക് ഓരോന്നായിട്ട് തന്നെ ചോദിച്ചാൽ ചേട്ടാ ഇവിടെ എത്രയാണ് സ്റ്റാർട്ടിങ് വരുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ബ്രൈഡൽ ലെഹങ്ക സെക്ഷന്, ഇവിടെ നമ്മുടെ അടുത്ത് ബ്രൈഡലും ഉണ്ട്, പിന്നെ പാർട്ടി വെയർ ലെഹങ്ക ഉണ്ട്. പാർട്ടി വെയർ ഐറ്റം നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് 395 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. 395 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമോ? 395 രൂപയ്ക്കാണ് ഇവിടെ ലഹങ്കകൾ കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ തന്നെ, കാരണം ഇവിടെ ഭയങ്കര കസ്റ്റമർ ഒരുപാടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ് ഇവിടെ. നമ്മൾ വന്നപ്പോൾ മുതൽ ഭയങ്കരമായിട്ട് തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇതിവിടെ നിങ്ങൾ ഇതൊക്കെ നോക്കി നോക്കുന്നത് ഇതുണ്ടോ? ഇതൊക്കെ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത്ര റേറ്റ് കുറഞ്ഞിട്ട് കിട്ടൂല. അപ്പം നമ്മുടെ ഒരു ഷോപ്പ് ഇടുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ റേറ്റിന് അവിടെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടേതായ ഒരു റേറ്റിന് വിൽക്കുകയാണെങ്കിൽ അടിപൊളി പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് തന്നെ കേട്ടോ ഇത്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംഭവമൊക്കെ ഞാൻ വന്നപ്പോൾ മുതൽ നോക്കി വെച്ചതാട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ റിസപ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ നമുക്ക് ഒരു വെഡ്ഡിങ് ഷോപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഓക്കെ, നമ്മുടെ ഇനിയിപ്പോൾ ഈ ഒരു സെക്ഷനിൽ എല്ലാ സംഭവവും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതെന്ന് ബ്രൈഡൽ സെക്ഷൻ ആണ്. ബ്രൈഡലിൽ സ്റ്റാർട്ടിങ് 999 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ അടുത്ത്. ഓക്കെ, ബ്രൈഡലിൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് ബ്രൈഡൽ സെക്ഷൻ ആട്ടോ വരുന്നത്. നിങ്ങളിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലധികം മുസ്ലിംസ് വെഡ്ഡിങ്ങിനാണ് ഇങ്ങനത്തെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളൊക്കെയാണ് റിസപ്ഷന് അല്ലെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസമൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത് നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. നമുക്ക് ചേട്ടൻ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തരും. ഇതിൻ്റെ മുകളിലൊക്കെ വർക്കൊക്കെ നല്ല ഹെവി വർക്കാണ്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഇത് മൊത്തം ഡയമണ്ട് വർക്ക് എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കയറി നോക്കാം. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. അല്ല നമുക്ക് വേണ്ടേ, ഒരു കാലം ഇവിടെ ഒരു കാലം ഇവിടെ വെക്കും. ഓക്കെ, ഇത് നിങ്ങൾ ഇത് പുറയിൽ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ, ഞാൻ ഇത് ഇട്ട് തന്നേരാം. അത്ര പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഉണ്ടോ? നമുക്ക് എന്താണെങ്കിലും ഇങ്ങനെ ഒരുങ്ങാനുള്ള ഭാഗ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരുങ്ങാനുള്ളതൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ചെയ്തില്ല. നമുക്ക് എന്താണെങ്കിലും ഇപ്പൊ ബിസിനസ് ആയിട്ടുള്ള ഇതുമില്ല, ബൾക്ക് ഓർഡറേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രസമുണ്ടോ? അടിപൊളിയുണ്ട് ആണല്ലേ? അപ്പൊ നമുക്ക് ഇതും കൂടെ കഴിഞ്ഞു അല്ലേ? അതെ മാഡം. ഓക്കെ, അപ്പം എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ബൾക്കായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതേപോലെ നിങ്ങളിവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് എൻ്റെ ഇതിനകത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇവർ നിങ്ങളെ സേഫായിട്ട് ഇവിടെ എത്തിച്ചോളും. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ഇതിൽ കോൺടാക്ട് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോ നോക്കിയാൽ ആ നമ്പറിൽ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ട് ടിക്കറ്റൊക്കെ അയച്ചു തന്ന് നമ്മുടെ വണ്ടിയിൽ സേഫായിട്ട് വന്ന് നമ്മുടെ വണ്ടിയിൽ സേഫായിട്ട് പോയാൽ മതി. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാം ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.